ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നോമ്പിന് എന്നും ഒരു പായസം ഉണ്ടാക്കും. സേമിയ കൂടെ റവയും കൂടെ ഇടും. അത് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. തേങ്ങാപ്പാലൊക്കെയാണ് അതിൽ ചേർക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും ആ മോഡൽ ഇഷ്ടമല്ല. അവർ പറയും, അയ്യേ അതിലെ റവ ഒക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അത് വേണ്ട, ഞങ്ങൾക്ക് പാലൊഴിച്ചിട്ടുള്ള സേമിയ പായസം മതി എന്ന് പറയും. അപ്പോൾ ഇന്ന് ഏതായാലും അവരുടെ ഇഷ്ടം പോലെ അവരുടെ മോഡലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സേമിയയും പാലും കൂടെ ഒരു പായസം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഒരു പാത്രം ഞാൻ നെയ്യ് ഒഴിച്ച് നോക്കുമ്പോൾ അത് 4 സൈഡിൽ ഒഴുകി പോണ ഒരു പാത്രം. അങ്ങനെ ഞാൻ അതിൽ നിന്ന് അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരിയെടുത്തു. പിന്നെ അതിലൊന്ന് സേമിയ പൊട്ടിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തു. ഒരു ചെറിയ കളർ ചേഞ്ച് ആയപ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതൊന്ന് തിളച്ച് റെഡിയാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേറെ എന്തൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അതിനിടയിൽ. പിന്നെ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായപ്പോൾ ഞാൻ കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ടാണ്. എന്നിട്ട് പാലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു. 2 പാക്കറ്റ് പാലൊഴിച്ച് കൊടുത്തു. പിന്നെ പഞ്ചസാരൊക്കെ ഇട്ടു. പിന്നെ ഒരു സ്മെല്ലിന് ഒരു 4 ഏലക്കായ കുത്തി ഇട്ട് കൊടുത്തു. അപ്പോൾ ഏലക്കായ കുത്തെടുത്ത പലക നിങ്ങൾ കണ്ട മനസ്സിലാവുമെന്നറിയില്ല. അത് കട്ടിംഗ് ബോർഡാണ്, മരത്തിൻ്റെ. എൻ്റെ പഴയ കട്ടിംഗ് ബോർഡാണ്. പക്ഷെ അത് എന്തോ ഒരു ദിവസം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അത് വെറുതെ നടുങ്ങനെ പൊട്ടിയിട്ട് വിടർന്ന് ഒന്ന് 2 എണ്ണമായി. അപ്പം ഞാനിങ്ങനെ കുത്താനൊക്കെ ഉപയോഗിക്കും. എന്തെങ്കിലുമൊക്കെ കുത്തണ സമയമാകുമ്പോൾ എനിക്കൊരു മടിയാണ്. ഉരലെടുക്കാനും മിക്സി എടുക്കാനൊക്കെ ഒരു മടി തോന്നുമ്പോൾ ഞാൻ ഈ പലകയിൽ ഇവനെ വെച്ചിട്ട് കുട്ടി ഒലക്ക കൊണ്ട്, ഉരലിൻ്റെ ആ കുട്ടി ഒലക്കയല്ലേ, അത് ഉപയോഗിച്ച് അതിങ്ങനെ കുത്തും. ചിലപ്പോൾ വെളുത്തുള്ളി ആവാം, ചിലപ്പോൾ ചുവന്നുള്ളി ആവാം. അപ്പം അങ്ങനെ ആവശ്യത്തിന് പഞ്ചസാരൊക്കെ ഇട്ട് അതൊന്ന് വെന്ത് വരണ വരെ, കുറുകി വരണ വരെ ഇങ്ങനെ വെച്ചു. പിന്നെ എനിക്കിഷ്ടമുള്ള ആ പായസം ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ദിവസം ഉണ്ടാക്കണം. ഇതിങ്ങനെ ഇവരുടെ മോഡൽ സാധാരണ ഒരു സേമിയ പായസം. അപ്പം അതൊക്കെ ഒന്ന് ടൈറ്റായി വെന്ത് വന്നപ്പോൾ അതിലേക്ക് അണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതൊന്ന് തുറന്നപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോഴേക്കും ടേബിൾമ കൊണ്ടുവച്ചിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഫാനൊക്കെ ഇട്ടൊന്ന് ചൂടൊക്കെ കളഞ്ഞു. എന്നിട്ട് ഞങ്ങളത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു സേമിയ പായസം.